സംസ്ഥാനത്ത് മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമൊരുക്കാൻ സർക്കാരിന് സാധിച്ചുവെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. എമർജിംഗ് പൊന്നാനി എന്ന പേരിൽ പൊന്നാനിയിൽ സംഘടിപ്പിച്ച നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. സംസ്ഥാനത്തെ മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒരുക്കാൻ സർക്കാരിന് സാധിച്ചുവെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. എമർജിംഗ് പൊന്നാനി എന്ന പേരിൽ പൊന്നാനിയിൽ സംഘടിപ്പിച്ച നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ടൂറിസം മേഖല ഏറ്റവും നല്ലത്. ഇപ്പോൾ വടക്കൻ മേഖലയിൽ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്ന് വടക്കൻ മേഖലയിൽ ഇപ്പോൾ വരാൻ പോകുന്ന സഫാരി പാർക്ക് വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന കൽപ്പുറമ്പിൽ 300 ഏക്കർ സ്ഥലത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ സഫാരി പാർക്ക്, അവിടെ ടൂറിസം പദ്ധതി കോടിക്കണക്കിന് രൂപയാണ് നമ്മളവിടെ പങ്കുചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ടൂറിസം മേഖലയിൽ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കേരളത്തിലേക്ക് എത്തപ്പെടുക, അതിൻ്റെ കൂടെ തന്നെ പുതിയ വ്യവസായ സംരംഭങ്ങളിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കുക, അത് കേരളത്തിൻ്റെ പൊതുവികസനത്തിൽ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഉണർവ് സാമ്പത്തികമായിപ്പോൾ ട്രില്യൺ രീതിയിലേക്ക് നമ്മുടെ 3 ട്രില്യണിലേക്ക് നമ്മുടെ ബഡ്ജറ്റ് മാറുകയാണ്. ആ രീതിയിലേക്ക് നമ്മൾ മാറിയെന്നുള്ള വളർച്ചയുടെ ഏറ്റവും പ്രധാന ലക്ഷണങ്ങളാണ്. കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെ തിരുത്താൻ സർക്കാരിന് സാധിച്ചു. വ്യവസായ സൗഹൃദത്തിന് അനുകൂലമായ വിധത്തിൽ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് മലയോര റോഡുകളും തീരദേശ റോഡുകളും വികസിപ്പിച്ചു. വ്യാവസായിക വളർച്ച കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ മാറ്റം വരുത്തി. 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ 2ാമത്തെ തീരദേശ പട്ടണമായി പൊന്നാനിയെ വളർത്താനുതകുന്ന നിക്ഷേപങ്ങളാണ് പൊന്നാനിയിൽ വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായ മന്ത്രി പി രാജീവ് വീഡിയോ കോൺഫറൻസിലൂടെ നിക്ഷേപ സംഗമത്തിന് ആശംസകൾ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ പൊന്നാനി മണ്ഡലത്തിൽ 16,000 കോടിയിലേറെ രൂപയുടെ നിക്ഷേപമാണ് വരുന്നതെന്ന് പൊന്നാനി MLA പി നന്ദകുമാർ പറഞ്ഞു. 2000-ലേറെ തൊഴിലവസരങ്ങളുമായി 10ഓളം സംരംഭങ്ങളാണ് ആരംഭിക്കാൻ പോകുന്നതെന്നും MLA പറഞ്ഞു. ജില്ലാ കളക്ടർ VR വിനോദ്, ADM കെ ദേവകി, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ M ഗിരീഷ്, ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അഞ്ജന ദേവ്, വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, അക്ബർ ട്രാവൽസ് MD ഡോക്ടർ KV അബ്ദുൽ നാസർ, വ്യവസായികൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു.